വിഭാഗത്തിൽ അഭിനയിച്ച ആൾക്കാരുടെ കാസ്റ്റ് ആംഗിളോട് പറഞ്ഞു. ചോദിച്ചോ. പറഞ്ഞോളൂ, അത് ആരൊക്കെയാണ് ആ ഒരു ലേഡിയിലായിട്ടുള്ള അവരുടെ. വിഭാവരിയില് നമുക്ക് മെയിൻ ആയിട്ട് വന്നേക്കുന്ന വർക്കി എന്ന് പറഞ്ഞ കഥാപാത്രം പ്രസാദേട്ടൻ, പിന്നെ ശാരിക ചേച്ചി, അവിരാജന്റെ ഇണങ്ങത്തി എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയിലെ നായികയാണ് ഈയിടെ ഇറങ്ങിയ മായ വിശ്വനാഥ് ഒക്കെയുള്ള ആ പടത്തില്. പിന്നുള്ളത് ജിജോ ചേട്ടനാണോ ജോജോ ചേട്ടനാണെന്ന് അറിയത്തില്ല, അവർ ടിൻസ് ആയതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പേരറിയത്തില്ല. അപ്പൊ അതില് ഒരു ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് ആർട്ട് ചെയ്ത്. പിന്നെ ചേട്ടന്റെ കുഞ്ഞു കൊച്ചു അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വഴി വന്നൊരു ഓട്ടോ ചേട്ടൻ വഴിക്കൂടെ വന്നതാ, ചേട്ടൻ ഒന്ന് ചെയ്യാം 100 രൂപ അങ്ങനെ ആ ചേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ പിന്നണിയിൽ പ്രവർത്തിച്ച പിന്നെ നമ്മുടെ റെയിൽവേ ലോക്കോ പൈലറ്റ് രാജേഷ് സാറ്, ലോക്കോ പൈലറ്റ് സാറ്. പിന്നെ ഞാൻ അഭിനയിച്ചു. പിന്നെ ആരെങ്കിലും ഉണ്ടോ അതിന് ഓർക്കാനായിട്ട്? ഇല്ല. പിന്നെ രതീഷ് ചേട്ടൻ കട്ടക്ക് ക്യാമറ ചെയ്ത് തന്നു. അവര് ജിജോ ചേട്ടൻ തന്നെ ആർട്ട് ചെയ്ത്. പിന്നെ നമുക്ക് കാർത്തിക് എൻകെയാണ് രചന. പുള്ളി പാട്ടൊക്കെ എഴുതുന്ന നല്ല ആളാ, അടിപൊളിയായിട്ട് ചെയ്യുന്ന ആളാ. പിന്നെ മ്യൂസിക് MD രഘുനാഥ്. നമുക്ക് ന്യൂ ജനറ പേരേ ഉള്ളു, ഇച്ചിരി പഴയത്. ആള് ഭയങ്കര ന്യൂ ജൻ ആണ്. നല്ല നല്ല ഒരുപാട് പാട്ടുകൾ ചെയ്യുന്ന ആളെ. അതൊക്കെ ഇവരെ പ്രസാദേട്ടന്റെ ഒക്കെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. ഇവര് നല്ല സപ്പോർട്ടാ. റിലീസ് ചെയ്തേക്കുന്ന ഈ ശനിയാഴ്ച നമ്മളെ നിഷായിടിക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ കഥാപാത്രം നിഷായിടിക്കാ ചെയ്യുന്നത്. 15-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നിഷ മീഡിയയിലൂടെ. ശരിക്കും ഈ കഥാപാത്രം നിഷയാ ചെയ്യുന്നത് ശനിയാഴ്ച വൈകിട്ട് മീഡിയയിലൂടെ. ഇതിന്റെ അകത്ത് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം പറഞ്ഞു ഇത് പ്രൊഡ്യൂസറുണ്ട്, പിന്നെ 2-3 പേരുണ്ട്, അവർ ഒന്നിച്ചാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഡേറ്റ് എടുത്തിരിക്കുന്നത്? ഇന്ന ഡേറ്റ്. ആ സമയമായപ്പോ ഈ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ കംപ്ലീറ്റ് മാറി, ആരുമില്ല. ഇവരും ഒറ്റയ്ക്ക് അവിടെ വന്നിട്ട് പറഞ്ഞു ചേട്ടാ ആരുമില്ല. ഞാൻ പറഞ്ഞു ശരി, നമുക്ക് ആരും വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവരും നമ്മുടെ ടെക്നിക്കലായിട്ട് എല്ലാവരും ഉള്ളത് കൊണ്ട് ഞങ്ങളതങ്ങ് ചെയ്തു. മനസ്സിലായി. അങ്ങനെ അതുകൊണ്ട് പുള്ളിക്കാരി ആ കഥാപാത്രം ഇപ്പോഴും പുള്ളിക്കാരിക്ക് ഒരു വിഷമമുണ്ട്, ഒരു വിഷമമുണ്ട് ആ കഥാപാത്രം ചെയ്യാനിരുന്നത്. ചെറിയൊരു പ്രശ്നം വന്നപ്പോ അവര് ചെയ്തില്ല. കൂടെ ചെയ്യാൻ അതിന് പകരമായിട്ട് അവർ വലിയൊരു പുണ്യ പ്രവൃത്തി ചെയ്ത് ഇത് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി അവർ ഏറ്റെടുത്തു. അത് വലിയൊരു കാര്യം. അത് നിഷ പറയുകയും ചെയ്തു ഒരു ഇന്റർവ്യൂല്, ബ്രൈറ്റ് ഇത് ചെയ്ത് തന്നെ തോപ്പിച്ച്. പക്ഷെ ഞാൻ ബ്രൈറ്റിനെ തോപ്പിക്കുക, ഇത് മേടിച്ച് ബ്രൈറ്റിനെ തോപ്പിക്കുക. അതെ. അപ്പൊ ചേട്ടാ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ചേട്ടൻ ഈ സിനിമ കണ്ട് ഈ ഞങ്ങളുടെ ഈ ചെറിയൊരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് നല്ല സിനിമ കാണുമ്പോൾ എഫക്റ്റ് വന്നു. നല്ല കോമഡി ഉണ്ട്, ത്രില്ലറാണ്, എല്ലാം ഉണ്ട്. എല്ലാ എലമെന്റ്സ് ചേർന്ന് ഷോർട്ട് സമയത്തിനുള്ളിൽ കൺവേ ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ചേട്ടന്റെ അഭിനയം ആ ഒരു പാവത്താനായിട്ട് കുറച്ച് നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വലിയ മേക്കിംഗ് ഒന്നുമില്ല. ഞാൻ ഇപ്പോഴേ പ്രേക്ഷകരോട് പറയണം, ഞങ്ങളെ വലിയ മേക്കിംഗ് ഒന്നുമില്ല, തുച്ഛമായ പ്രസാദനെ ഒരുപാട് വേറെ രസം. വേറെ എടുത്ത കാര്യം, ഇത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ഇടണം കേട്ടോ. ഈ പറയുന്ന ഈ വിവാഹയുടെ വിശേഷം ശരിക്കും പറഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്ത് ഡബ് ചെയ്ത് ഫൈനൽ കട്ട് ചെയ്യുന്ന സമയത്ത് സിസ്റ്റത്തിന്റെ മദർ ബോർഡ് അടിച്ചു പോയി. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ലാസ്റ്റ് ഞാൻ ആദർശേട്ടനെ വിളിച്ചു. ആദർശേട്ടൻ വന്നു. ആദർശേട്ടനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ ഇരുന്ന് വീണ്ടും ഞാൻ റീ എഡിറ്റ് ചെയ്തു. എന്നോട് ഒരു പൈസ പോലും ചോദിച്ചില്ല. അതെ, ഞങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധി നേരിട്ടപ്പം നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങൾ വന്നപ്പോൾ മാപ്സ്റ്റിക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ചാനൽ റെഡ് ആണെങ്കിലും നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഇപ്പം പുതുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന 2 ചാനലുകൂടെ ഉണ്ട്, സിൽവർ ഗ്രീൻ മീഡിയ, പിന്നെ നമ്മളെ ഫൈസൽ ഫൈസു എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം ആദ്യം. അപ്പം ആദർശേട്ടൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഉദയ സ്റ്റുഡിയോ, മല്ലു ഫാമിലി 2.0, നമ്മളെ വിഷ്ണു ചേട്ടൻ മല്ലു ഫാമിലി. നമ്മുടെ ബെർലി ചേട്ടൻ ആണെങ്കിലും പിന്നെ ഡബിങ് ചെയ്യുന്നവര്. ഡബ് എന്ന് പറഞ്ഞാൽ ദീപ ചേച്ചി, തകഴി പ്രവീൺ ചേട്ടൻ 2 വട്ടം വന്ന് ചെയ്യേണ്ടി വന്നു. പ്രിയൻ ചേട്ടൻ, വെറ്റി ചേട്ടൻ. അപ്പൊ ഒരുപാട് പേര് എല്ലാരും സപ്പോർട്ട് ഉണ്ട്. അതെ, ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ അടുത്ത് ഞങ്ങള് ചെറിയ വർക്കുകൾ ഇനി മുമ്പോട്ട് പോകും. ഞങ്ങൾക്ക് കുറച്ച് ടെക്നിക്കലി കുറച്ച് സിനിമാനാണ് നമ്മളെ ലക്ഷ്യം. സിനിമയിൽ പ്രായോഗികമായി നിങ്ങൾ പ്രായോഗികതയും കൊണ്ടുവരണം. അതാണ്. എന്നാലേ ഉദ്ദേശിക്കുന്ന. ഇപ്പൊ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അഭിനയാണ് ഇഷ്ടം. അഭിനയിക്കാൻ വേണ്ടിയാണ് ഞാൻ റോൾ ഇട്ടെങ്കിൽ അവര് അറിയപ്പെടുന്നില്ല മറ്റേ നായികമാരുടെ. ഞാനിപ്പം ചെയ്ത റോള് പലരെയും ഇന്നലെ അനന്തുവിനെയൊക്കെ കാണിച്ചപ്പോഴേ ഞാനന്ന് വിശ്വസിക്കാൻ അവർക്കൊരു മടിയായിരുന്നു. കാരണം ഇത്രയും മുടിയൊക്കെ വെച്ച് മീശയെല്ലാം അടിച്ച് ഇന്നത്തെ ഈ ലുക്ക് അല്ലല്ലോ.
അപ്പൊ അതുകൊണ്ട് ആൾക്കാർ തിരിച്ചറിയുന്ന പോലും ഇല്ല. പിന്നെ ഞാൻ എപ്പോഴും മുടിയൊക്കെ വെട്ടി ലുക്ക് മാറ്റിക്കൊണ്ട് അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതെ അതെ ഒന്ന് വിവാഹം ഒരു വലിയൊരു ഹിറ്റായി മാറട്ടെ. താങ്ക് യു. അടുത്ത കമലാസനം മാറട്ടെ. ഓക്കെ താങ്ക് യു. ഓക്കെ.